ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ കൊച്ചുവെളുപ്പാങ്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞുവാവയും ഇച്ചായും ഞങ്ങളെല്ലാവരും കൂടെ വാരിപ്പിറക്കി നേരെ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. അതിരാവിലെ പെട്രോൾ അടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഗൈസ്. അങ്ങനെ പെട്രോൾ 20 ലിറ്ററാണ്ടോ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയി വണ്ടി അങ്ങോട്ട് ചവിട്ടിയതും എൻ്റെ കുഞ്ഞുവാവ 3 മണി തൊട്ട് ഉണർന്നിരിക്കുക കേട്ടോ. യാത്ര പോകാൻ ഇതിന് മാത്രം ആഗ്രഹമുള്ളൊരു കുഞ്ഞ്. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് കൊള്ളത്തില്ല. കാരണം അലമ്പെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വികൃതിക്കൊക്കെ കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും വെച്ചാൽ ഇതേപോലെ ഇരിക്കുക. അത്രയ്ക്ക് കുസൃതിയാണ്. ഞങ്ങൾ എവിടെയാണെന്നറിയാമോ? ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് ട്രിവാൻഡ്രം. ഇവിടെ ഞങ്ങൾ 2 പേരല്ല, 3 പേരാണ്. 3 പേരുമല്ല, 4 പേരാണ്. അടച്ചു വെച്ചേക്കാണ് ഗായ്സ്. ഹായ് കണ്ടോ, ഞങ്ങളുടെ അല്ലിക്കുട്ടനെ കണ്ടോ? ഹായ് പറ. അവൻ നിക്കുന്ന കണ്ടേ. നിസാര ഇതൊന്നും അല്ല കേട്ടോ, ഇച്ചിരി വളർന്നു പോയി. നിക്കുന്നുണ്ടോ? ഭയങ്കര സാധനമാ. നിക്കുന്നുണ്ടോ? ക്ലാപ്പ് ചെയ്താണ് മോനെ. അല്ലു ക്ലാപ്പ് ചെയ്യത്തില്ല കേട്ടോ. അല്ലുവിന് വിഷയമാണ് ഗൈസ്. അല്ലു കണ്ട തല്ലിപ്പൊട്ടിക്കുവല്ല, എന്റെ വണ്ടി തല്ലിപ്പൊട്ടിക്കുക. എന്റെ വണ്ടി തല്ലിപ്പൊട്ടിച്ചോണ്ടല്ലേ. സ്പീക്കറൊക്കെ വിടുവാ, സ്പീക്കർ കറക്കുവാ. ഓഫ് ചെയ്തു ഗൈസ്. എന്ത് ചെയ്യാനാ, ഞങ്ങളിങ്ങനെ ഇരിക്കും. ഭയങ്കര വെയിൽ. അവർ രാവിലെ വന്നതല്ല, അവർ 5 o'clock ഇറങ്ങിയതാ. 6 മണിയായപ്പോൾ എത്തി. അല്ല, 7 മണിയായപ്പോൾ എത്തി. 2 hours ഡ്രൈവ് ആയിരുന്നു. ട്രിവാൻഡ്രം, അടൂർ ടു ട്രിവാൻഡ്രം ഏകദേശം 97 കിലോമീറ്റർ ഉണ്ട്. 2 hour ഡ്രൈവ് ആയിരുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോൾ എത്തി ഡോക്ടറിനെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ മരുന്ന് മേടിക്കാൻ ക്യൂ കിടക്കും, ടോക്കൺ എടുക്കുക. വെയിലുള്ള സമയത്തോണ്ട് ഞങ്ങൾ 1, 2, 3, 4 പേരും കൂടെ കാറിനകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ്. ഇതാണ് ഗൈസ്. ആർക്കെങ്കിലും ഡയബറ്റിക്സ് ഇഷ്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡയബറ്റിക്സ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. ട്രിവാൻഡ്രത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് എന്ന് നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ അവിടെ വരും. ഇവിടെ എല്ലാ തരത്തിലുള്ള ഷുഗർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും എല്ലാ ഡോക്ടർമാരും ഉണ്ട്. ഡയബറ്റിക്സിനെ കാണിച്ചാൽ അവിടെ തന്നെ എല്ലാ ഡോക്ടർമാരും ഉണ്ട്. ഡയബറ്റിക് ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പോൾ കാലിൻ്റെ ഉള്ള പ്രശ്നമായാലും പല്ലിൻ്റെയും കണ്ണിൻ്റെയും എല്ലാം A to Z കാര്യങ്ങൾ, ഡയബറ്റിക് ബേസ് ചെയ്തുള്ള എല്ലാ ഇഷ്യൂസും ഇവിടെ ക്ലിയർ ചെയ്യാൻ ഡോക്ടേഴ്സ് ഉണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ ഡയബറ്റിക്സ് നല്ല തിരക്ക്. രാവിലെ വരണം. രാവിലെ വന്ന് ടോക്കൺ എടുത്ത് നിൽക്കണം. ടോക്കൺ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞാൽ ഡോക്ടറിനെ കാണാൻ പറ്റും. 3 മാസത്തേക്കുള്ള മരുന്നാണ് അവർ തരുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ ഏകദേശം 2024 തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം 3 മാസം കൂടുമ്പോഴാണ് വരുന്നത്. എല്ലാ പ്രാവശ്യവും കൂടെ നമ്മൾ ഉമ്മ അവരൊറ്റയ്ക്ക് KSRTCയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ അവരുടെ കൂടെ നമ്മൾ മക്കളും കൊച്ചുമക്കളും മരുമോളും എല്ലാം കൂടെ കൂടിയിട്ടുണ്ട്. ഡയബറ്റിക് സെൻ്റർ എൻജോയ് ചെയ്ത് ഡോക്ടറിനെ കണ്ട് ചെയ്യാൻ വേണ്ടി ഒരു കോള് വരും മറ്റേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാമിലിയെ കാണിച്ചു തരാം. ഇതാണ് അമ്മ, ഹിസ് മൈ മദർ. അറിയാലോ. ഹായ് പറ. ഇത് ഞങ്ങളുടെ ഒരു മാമിയാണ്. ഇത് നബീസത്താമി. ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. എല്ലാ ഗുളികളൊക്കെ എടുത്ത് വെക്കാം. നമ്മളെല്ലാം സെറ്റപ്പായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് അതിനകത്ത് തന്നെ. തുറന്നോ. ഓക്കെ, വെച്ചോ. ഇൻസുലിൻ മാത്രം മതി. ഇൻസുലിനൊക്കെ അതിനകത്ത് നമ്മൾ കോൾഡ് പോയിരിക്കാൻ വേണ്ടി ഉള്ള സെറ്റപ്പിൽ വെച്ചാണ്. അതങ്ങോട്ട് പൊക്ക് ലോക്കിയമ്മ അടക്കി. ഡോറൊക്കെ അടച്ചിട്ട് നമ്മൾ പോവാണ്. ഇതാണ് ഇന്ത്യൻ മെഡിക്കൽ ഓഫ് ഡയബറ്റിക് സയൻസ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും വണ്ടി കയറിക്കോ. ഡയബറ്റിക് സെൻ്ററിൻ്റെ മരുന്ന് മേടിക്കാൻ പോയി ഞങ്ങൾ ആഘോഷമാക്കിയിട്ടുണ്ട്. Oh my God. 3 മാസം ഗുളിക എത്രയാണെന്ന് പറഞ്ഞേ? 3 മാസം 10,000 ഗുളികയാണ്. 15,000 രൂപയ്ക്കുള്ള ഗുളികയാണ്. അവൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഭീമാപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ
ഇന്ത്യൻ ഡയബറ്റിക് സെൻ്ററിലൊക്കെ പോയിട്ട് ഇവിടെ എത്തിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാനായിട്ടൊന്നുമില്ല. വീഡിയോ ഫോട്ടോഗ്രാഫി ഇങ്ങോട്ട് അലോഡ് ഇൻസൈഡാണ്. എൻ്റെ ഇച്ചയുടെ വ്ളോഗിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ദേ ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോയും കൂടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ദേ നേരെയാണെങ്കിൽ ഞങ്ങൾ ഭീമാപ്പള്ളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, നല്ല തിളച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം അവിടെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുന്നേയൊക്കെ കുറേ തവണ വരുമായിരുന്നു. എറണാകുളത്തൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടുന്ന് നേരെ ട്രിവാൻഡ്രം ട്രെയിനിൽ വരിക, വന്നിറങ്ങുക, 6 മണി വരെ നിൽക്കുക, എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ആട്ടുംകുട്ടി അതിൻ്റെ ആണെങ്കിൽ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുറേ നേരം അതിനെ ഇങ്ങനെ വെച്ച് കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്ത്. എനിക്കന്ന് ഈ ആട്ടുകുട്ടികൾ, പൂച്ചക്കുട്ടികൾ, പട്ടിക്കുട്ടി എല്ലാത്തിനോടും എനിക്ക് വല്ലാത്ത പ്രേമമാണ് കേട്ടോ. എല്ലാത്തിനെയും പിടിച്ച് ഇതുപോലെ കളിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അല്ലുവിനെ കൊണ്ട് ആദ്യമായിട്ട് ആടിനെ തൊടിയിപ്പിച്ചു കേട്ടോ. അല്ലു പിന്നെ സുട്ടുവിനെ വിളിക്കുന്ന പോലെ ബാ 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 അത്തു അത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സുട്ടുവിനെ അവൻ വിളിക്കുന്ന അത്തു എന്നാണ് ഇവിടെ. അപ്പോൾ ആ ആട്ടിൻകുട്ടിയെ കണ്ടിട്ടാണെങ്കിൽ അവനിങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ വായിലൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ശംഖുമുഖത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ബാക്കി വ്ളോഗും പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ചാണ്. അപ്പോൾ ശംഖുമുഖം ബീച്ചിലുള്ള കാഴ്ചകളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇതാണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ രണ്ട് സാധനങ്ങൾ ഹായ് പറ ഹായ് പറ ഹായ് ഹായ് പറ ഹായ് ഹായ് പറ ഹായ് പറ. ശംഖുമുഖത്തെ സാധനങ്ങളാണ് ഗൈസ്. അത്യാവശ്യം റേറ്റൊക്കെ കുറവാണ്. നമ്മുടെ ഇവനാണ് ടെസ്റ്റിംഗ് മിഷൻ. എല്ലാം നോക്കിയിട്ട് നമുക്ക് തരത്തുള്ളൂ കേട്ടോ. എല്ലാ സാധനവും വേണം. ഇത് വേണോടാ ഉള്ളവും നോക്കി എല്ലാം അവൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തരത്തുള്ളൂ. ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണം ഗൈസ്. ഞങ്ങൾ കണ്ട് കാണിച്ചു തരാം. വിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ കണ്ട് ഇങ്ങനെ അടിക്കുന്ന കളിപ്പാട്ടം കേട്ടോ. ഇങ്ങനെ അടിക്കുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കും. അല്ലേ നല്ല കളിയാ. ഇവിടുന്ന് പിന്നെ കുറച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ നല്ലൊരു അത്തർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ഫ്രഷ് മണം. എനിക്ക് ആ ഒരു മണം എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് തരത്തില്ല. അത്യാവശ്യം നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മീൻ വല്ലതും കിട്ടുമോ എന്നുള്ള രീതിയിൽ അവിടെ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചായിരുന്നു മീനിൻ്റെ ഭാഗം എവിടെയാണെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇവിടെ എങ്ങും കിട്ടത്തില്ല, കിട്ടാൻ വഴി വളരെ. അങ്ങനെ നമ്മൾ കറങ്ങി ലൂലുമോലെത്തി. ലൂലുമോൻ്റെ സംഭവം കാണിച്ചത് ഫോട്ടോ നോക്കി. ലൂലുവിലാണ്. ലൂലുവിൽ ഇപ്പോൾ ഫാഷൻ സ്റ്റോറിലാണ്. പക്ഷെ നമുക്ക് എല്ലാം വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് ടയേർഡായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഡി കണക്റ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐഫോണൊക്കെ നോക്കാൻ വേണ്ടി വെറുതെ നോക്കി അങ്ങനെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് പാളിച്ചു പറ്റി കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നേ. എന്ന് വെച്ചാൽ എന്തോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ആ ഒരു കൂടെ നിന്ന് ആർക്കും എടുക്കാൻ പറ്റിയില്ലേ. പിന്നെ അതുകൊണ്ട് അതവിടെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പറിൽ പോയി. കാരണം ഇവിടെ ആകുമ്പം എന്തെങ്കിലും യൂസ്ഫുള്ളായ കാര്യങ്ങൾ നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെ ഇവിടെ വന്ന് കുറേയധികം പർച്ചേസിങ് ഒക്കെ നടത്തി. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ആളാണ് കേട്ടോ. കാരണം ആൾ ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മാറി ഇരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്ക് എന്തോ ഭയങ്കരമായിട്ട് ആളങ്ങ് ടയേർഡായി. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പം ഒരു 8 മണി 9 മണി ആകുകയും ചെയ്ത് ആൾ ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അതുമല്ല ആൾക്ക് ഞങ്ങളോട്ട് അങ്ങോട്ട് നിൽക്കാനും പറ്റുന്നില്ല. ഉറങ്ങണമെന്നുമുണ്ട്, വീട്ടിൽ പോകണമെന്നുമുണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാനും എൻ്റെ നാത്തൂനാണെങ്കിൽ ഇവിടെ വന്നങ്ങ് ഇരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്ക് വയ്യ. അപ്പോൾ കുഞ്ഞാവയുടെ അവസ്ഥ ഒന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളല്ലോ നമുക്ക്. പക്ഷെ അവൻ നടക്കുന്നില്ല, അവനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുമല്ലേ. അതും കൂടെ ആയപ്പോഴത്തേനും ഞങ്ങളങ്ങ് കുഴഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ നേരം മാറിയിരുന്നു. അപ്പോഴത്തേന് ഇച്ചായ അമ്മായിയൊക്കെ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് ഇങ്ങ് വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഒരു 1:30 ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.